ഞാൻ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭനാണ്. പലരും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായം പറയണം. വിൽപത്രത്തെ പറ്റി അടുത്തിടെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. നമ്മുടെ ഹൈക്കോടതിയിൽ നവംബർ 14, 2024 സുപ്രധാനമായ ഒരു വിധിയുണ്ടായി വിൽപത്രത്തെ പറ്റി. വിൽപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അയാളുടെ ആഗ്രഹപ്രകാരം അയാളുടെ ആജ്ഞയ്ക്കനുസരിച്ച് മരണശേഷം തൻ്റെ പ്രോപ്പർട്ടി ആർക്ക് കൊടുക്കണം എന്ന് ജനിപ്പിക്കുന്ന ഒരു ആധികാരികമായ രേഖയാണ് വിൽപത്രം. ജനിച്ചവരെല്ലാം മരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ പ്രോപ്പർട്ടി, വസ്തുവകൾ ആർക്ക് കൊടുക്കണം അത് എഴുതി വച്ചിരിക്കുന്ന ഒരു രേഖയാണ് വിൽപത്രം, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തു, വിൽപത്രം എഴുതിയ ആൾ മരിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ പേരിലാണോ പറഞ്ഞിരിക്കുന്നത് അവർക്ക് പേര് കൂട്ടിയെടുക്കാൻ നിസ്സാരപ്പെട്ട ചില കാര്യങ്ങൾ മതിയായിരുന്നു. വില്ലേജ് ഓഫീസറുടെ അടുത്തേക്ക് പോവുക, വിൽപത്രം കൊണ്ടുപോവുക, വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആൾ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെയോ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ആ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആളുമായിട്ട് ഈ ഉടമ ആകേണ്ട ആളിനെ ഉള്ള രേഖ കൊടുക്കുക. അപ്പോൾ അത് പരിശോധിച്ചതിന് ശേഷം വില്ലേജ് ഓഫീസർ ആ വസ്തു ഇയാളുടെ പേരിൽ കൂട്ടിക്കൊടുക്കും, മ്യൂട്ടേഷൻ ഇഫക്റ്റ് ചെയ്യും. അങ്ങനെ കരം അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം ലഭിക്കും. ആ വസ്തു സ്വാഭാവികമായി ഈ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആളിന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിൽപത്രത്തെ പറ്റി വളരെ വലിയ തർക്കങ്ങൾ സിവിൽ കോടതികളിലൊക്കെ നടക്കാറുണ്ട്. കാര്യം പലപ്പോഴും വിൽപത്രം ജനിപ്പിക്കുന്നത് ശരിയായ രീതിയിലല്ല. മാതാപിതാക്കളെയോ മറ്റാൾക്കാരെയൊക്കെ പലതരത്തിൽ സ്വാധീനത്തിന് വഴങ്ങാം. ഇപ്പം അമ്മയെ അച്ഛനെ ഞങ്ങൾ നോക്കത്തില്ലെന്ന് പറയുക, അപ്പോൾ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് എഴുതി തരണമെന്ന് പറയുക. അപ്പം അങ്ങനെ പ്രോപ്പർട്ടി എല്ലാ മക്കളും ഉൾപ്പെടുന്നില്ല, ചിലർക്ക് മാത്രം എഴുതി കൊടുക്കുക. എന്നാൽ അവർ മരിച്ചതിന് ശേഷം ഇത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുക, മരിച്ചതിന് ശേഷം ഇതിന് ഇഫക്റ്റ് വരുത്തുക. അങ്ങനെ അത്തരത്തിലുള്ള വിൽപത്രങ്ങളൊക്കെ ധാരാളമുണ്ട്. അപ്പം ഈ കിട്ടാത്ത മക്കളുടെ അവസ്ഥ എന്തുമായിരുന്നു? അത് സ്വാഹ എന്ന് പറയുന്നതായിരുന്നു ഇതുവരെയുള്ള കാര്യം. പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റത്തില്ല. കാരണം ഇപ്പം ഈ പുതിയ വിധിയുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രേറ്ററി റൂൾസ് 1966 ഭേദഗതി വരുത്തണമെന്ന TR റൂൾസ് ഭേദഗതി വരുത്തണമെന്നും കൂടി ഹൈക്കോടതി ഈ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭേദഗതി വരുത്തേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 12 നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അനന്തര അവകാശികൾ ആരൊക്കെയാണോ അവർക്കെല്ലാം വില്ലേജ് ഓഫീസർ നോട്ടീസ് അയക്കണം. അതുമാത്രമല്ല, അനന്തര അവകാശികൾക്ക് നോട്ടീസ് അയച്ചതിന് ശേഷം നിങ്ങളുടെ പരാതി ഉണ്ടെങ്കിൽ 30 ദിവസത്തിനകം ഈ ബന്ധപ്പെട്ട ഓഫീസിൽ നൽകണം എന്ന് കാണിച്ച് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒക്കെ തന്നെ ഈ നോട്ടീസ് അവിടെ പ്രദർശിപ്പിക്കുകയും വേണം. ആ 30 ദിവസത്തിനകം ആരെങ്കിലും പരാതിയുമായിട്ട് വരികയാണ്, ആ പരാതി കഴമ്പുള്ളതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആൾക്ക് പേര് കൂട്ടി കൊടുക്കുവാൻ വില്ലേജ് ഓഫീസർക്ക് കഴിയില്ല. പിന്നെ പറ്റുന്നത്, ഇനിയും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പരാതി ഉള്ളതിനാൽ നിങ്ങൾക്ക് സിവിൽ കോടതിയെ സമീപിക്കാം, സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങളുടെ അവകാശം നേടിയെടുക്കൂ എന്ന് പറയാനേ പറ്റും. ഇനി ഇത് അനന്തരാവകാശികളാകണമെന്നില്ല, മറ്റ് താല്പര്യമുള്ള ആർക്കെങ്കിലും ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതാണ് ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പഴയതുപോലെ എങ്ങനെങ്കിലുമൊക്കെ കളിപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു വിൽപത്രം നടത്തി വസ്തു തട്ടിയെടുക്കുന്നതിന് വേണ്ടി ചിലർ നടത്തുന്ന ശ്രമങ്ങൾ ഇനിയും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നടപ്പാകില്ല. ഇത് വിൽപത്രത്തിൻ്റെ അവകാശത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. വിൽപത്രം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്. ഒരുപക്ഷെ ഇതിന് ഓവർ റൂളിംഗ് വന്നെന്നിരിക്കാം. എങ്ങനെയൊക്കെയായാലും സുപ്രധാനമായ ഒരു വിധിയാണ്. കാരണം ഒരാളുടെ വസ്തു അത് ഒരു വളഞ്ഞ വഴിയിലൂടെ പലപ്പോഴും വിൽപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ശരിയും സത്യവുമായ കാര്യമാണ്. അപ്പോൾ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാരാളം നിയമ പോരാട്ടങ്ങൾ സിവിൽ കോടതിയിൽ നടക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ്.
യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടവർക്കെല്ലാം അവകാശം ലഭിക്കണം. അത് ആണായാലും പെണ്ണായാലും മറ്റ് താല്പര്യമുള്ള കക്ഷികളായാലും. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമത്തിൽ ഭേദഗതി വന്നാലും ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതയ്ക്ക് ഭേദഗതി വരാനുള്ള സാഹചര്യം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് വിൽപത്രം എന്നുള്ളതിൻ്റെ ഇതുവരെയുള്ള ആ നിയമത്തിൻ്റെ സാധ്യതയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. ഇത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. വിൽപത്രം ജനിപ്പിക്കുന്നവരും വിൽപത്രത്തിൽ പേരുൾപ്പെട്ടിരിക്കുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്.